ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ഇപ്പോൾ ഈ 6-ാം തീയതി ഫെബ്രുവരി 6-നാണ് നന്ദഗോവിന്ദ ഭജൻസ് നിങ്ങളെ വേദിയിലേക്ക് വിളിക്കുന്നതും നിങ്ങൾ അവിടെ ഈ ഘോരരൂപിണി അംബിക എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ആൾക്കാരെ കൈയടിച്ച് പാടുകയും ചെയ്യുന്ന വേദിയിലൂടെയാണ് നിങ്ങൾ കടന്നു വരുന്നത്. കാര്യരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. അപ്പം ഹരികുമാർ പറഞ്ഞ് നമുക്ക് ബാബുവിനെ കൊണ്ടിരിക്കാം. അദ്ദേഹത്തിന് നമ്മൾ ആ എഴുത്തിലത്ര വിശ്വാസമുണ്ട്. അങ്ങനെ അമ്പലത്തിന് നടയുടെ മുമ്പിലിരുന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണ് ദാരികന്റെ ശിരസ്സു കൊയ്ത. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത്, ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ഈ ലോകത്തുള്ള കാര്യം നടത്തുന്ന എല്ലാം കള്ളു വേണം. പക്ഷെ കുടിയെന്ന് ഇത് ഞാൻ എഴുതാണ്ട് എങ്ങനെ എഴുതാൻ? കള്ളു കുടിച്ചാൽ പേരുദോഷം. അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്ന് ഒരു ഇൻ്റർവ്യൂവിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു വലിയ ആളിനെയാണ്. അതായത് ദാരികൻ്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണി അംബിക എന്നൊരു പാട്ട് നമുക്കെല്ലാവർക്കും, ഭക്തർക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നന്ദഗോവിന്ദം ഭജൻസ് കാണുന്നവർക്കെല്ലാം അറിയാം. അവരുടെ പ്രധാനപ്പെട്ടൊരു പാട്ടാണ്. ആ പാട്ട് എഴുതിയ ആളിനെയാണ്. അപ്പോൾ ഈ പാട്ട് എഴുതിയ ആളിനെ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ, ചുനക്കര നടന്ന ഒരു ഫംഗ്ഷനിൽ, നന്ദഗോവിന്ദ ഭജൻസ് നടത്തിയ ഒരു വലിയ ഫംഗ്ഷനിൽ, ആ ഫംഗ്ഷനിൽ ഈ പാട്ടെഴുതിയ ആളായ ഈ ബാബു നാരായണൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വേദിയിൽ വെച്ച് അവർ അനൗൺസ് ചെയ്തു, ഈ പാട്ടെഴുതിയ ആൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് പിടിച്ചു വേദിയിലേക്ക് കൊണ്ടുപോയി മൈക്ക് കൈ കൊടുക്കുകയാണ്. അദ്ദേഹം പാടുകയാണ്. അപ്പോൾ അതാണ് വേണം നിങ്ങൾക്ക് കണ്ടിട്ട് വേണം നമുക്ക് ഇൻ്റർവ്യൂ തുടങ്ങാൻ. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ പാട്ടിൽ കണ്ടോ, ഈ പാട്ടിലേക്ക് അദ്ദേഹത്തെ വിറച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തെ പിടിച്ചു വലിച്ചാണ് ആ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ. ബാബു നമസ്കാരം. നമസ്കാരം. ബാബു, നമ്മുടെ ഇപ്പോൾ ഈ ജനഗണമന ഗാനം എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. പക്ഷേ ദാരികന്റെ തല കൊയ്തൊരു ഘോരരൂപിണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബിക എന്നുള്ള പാട്ട്, അതിന്റെ രണ്ടുപേരും എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ എങ്ങനെയാ ഇത്, അതിന്റെ ആ പാട്ട് എഴുതാനുള്ള കാര്യം, കുറച്ച് ജീവിതം കഴിഞ്ഞിട്ട് പോരട്ടെ. എഴുതാനുള്ള ഇത് ദാരികന്റെ ശിരസ് കൊയ്തവൾക്ക് ഇന്ന് 20 വയസ്സാണ്. അന്നല്ലേ 2006 ഈ പാട്ട് എഴുതുന്നത്. അന്ന് ഈ ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം, അവിടെ പടയണി വെട്ടം എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഒരു മനോജ് സാറുണ്ട്. ഇദ്ദേഹം എല്ലാ വർഷവും സാമ്പത്തിക ഇച്ഛ കൂടാതെ, ഒരു പ്രതീക്ഷയല്ലേ, പുള്ളി കുറേ പാട്ടുകൾ അമ്പലത്തിന് ചെയ്യും. അങ്ങനെ ആ കൂട്ടത്തിൽ അന്ന് ഞാൻ സോപാന സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ ഗുരുനാഥൻ ശൂരനാട് ശിവശങ്കര പണിക്കരുടെ മകൻ അവിടെ സോപാന സംഗീതത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് പകരം ഞാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഇല്ലാത്ത സമയങ്ങൾ. പക്ഷെ അദ്ദേഹം ജീവനക്കാരനായിരുന്നു. ഈ അദ്ദേഹം എല്ലാ സമയം സ്ഥിരം ഞാനാ പോകുന്നത്. അദ്ദേഹത്തിന് എന്ത് പരിപാടിയാണ്, ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ല, ശൂരനാട് ഹരികുമാർ. അപ്പൊ അദ്ദേഹത്തിന് ധാരാളം പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാംസ് ഉള്ള ദിവസങ്ങളെല്ലാം ബാബു നാരായണനാണ് പോയി പാടുന്നത്. അങ്ങനെ വരുമ്പം പുള്ളി എനിക്ക് പകരം വരുന്നത് ഇവിടെ, സ്ഥിരം ഞാൻ അവിടെ പോകുന്നത്. അപ്പം അങ്ങനെ അവിടെ ഈ വർക്ക് ചെയ്ത കൂട്ടത്തിൽ അവിടെ തിരുമേനിയുണ്ട്, ഒരു പവിത്രമംഗലത്ത് നാരായണ നമ്പൂതിരി. അദ്ദേഹം എന്നാ മനോജ് സാറിനോട് പറഞ്ഞു, സാറേ നമുക്ക് ഈ ഒരു സോപാന സംഗീതം കൂടെ ഇങ്ങനെ ചെയ്താലെന്താ? ഈ ഹരികുമാർ നന്നായിട്ട് പാടും, അസാധ്യമായിട്ട് പാടും. ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ട് ഇടയ്ക്ക് കുട്ടി പാടുന്നൊരു കലാകാരനില്ല. ഇടയ്ക്ക് കുട്ടി പാടുന്ന എല്ലാവരും പാടുന്നില്ല. അല്ല, എല്ലാവരും ഇടയ്ക്ക് കൊട്ടുവോ, ഇദ്ദേഹം ഇടയ്ക്ക് വായിക്കുവോ, സംഗീതം വരെ നമ്മുടെ ബാക്കിയെല്ലാം കൊട്ടുക. ഇദ്ദേഹം ഇടയ്ക്ക് രാഗങ്ങൾ പോലും വായിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഏത് രാഗത്തിലാണ് പാടുന്നതെന്ന് വെച്ചാൽ ആ രാഗത്തിൽ പുള്ളി ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്ന അദ്ദേഹമാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ടുകൾ മൊത്തം, അതായത് സോപാന സംഗീതം മൊത്തം അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. ഇന്ന് സോപാനത്ത്
70-ൽ കൂടുതൽ കീർത്തനങ്ങൾ എൻ്റെ ആയിട്ടുണ്ട്. ഫേമസ് ആണല്ലോ, എല്ലാവരും പാടുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാവരും പാടുന്നുണ്ട്. എന്നാൽ പാട്ടിലേക്ക് വരാം. പാട്ടിലേക്ക് വരുമ്പോൾ അന്ന് ഈ തിരുമേനി പറഞ്ഞപ്പം മനു സാർ എന്താ പറഞ്ഞു, നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഹരികുമാർ പറഞ്ഞ് നമുക്കത് ബാബുവിനെ കൊണ്ട് എഴുതിക്കാം. അദ്ദേഹത്തിന് നമ്മൾ ആ എഴുത്തിൽ അത്ര വിശ്വാസമുണ്ട്. അങ്ങനെ അമ്പലത്തിന് നടയുടെ മുമ്പിലിരുന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണ് ദാരികൻ്റെ ശിരസ് കൊയ്ത ഘോരരൂപണി അംബികെ. അപ്പോൾ അത് നമുക്കത് പാട്ട് പാടിയിട്ട് അങ്ങ് തുടങ്ങാം. അത് ഒന്ന് നമുക്ക് തുടങ്ങാം. അതൊരു പാട്ടോടെ കൂടി അങ്ങ് പോയാൽ നന്നായിരിക്കത്തില്ലേ? പിന്നെന്താ. അപ്പോൾ അത് പാട്ടാ. ശരി. ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം, കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. കാളി കാളി മഹാകാളി കാലകാല പ്രിയങ്കരി കാമിതാർത്ഥ പ്രദായിനി ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ഈ കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും, ഈ കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും, കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും, കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. ഉഗ്രമായൊരു രൂപമേ വേതാളകണ്ഠ നിവാസിതേ, ഉഗ്രമായൊരു രൂപമേ വേതാളകണ്ഠ നിവാസിതേ, വള്ളി കുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ, വള്ളി കുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ, വള്ളി കുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസ് കൊയ്ത ഘോരരൂപിണി അംബിക. അടുത്ത വരി എങ്ങനെ? ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബിക. അത് മനസ്സിലായി. ദാരികന്റെ ശിരസ് അറക്കുമല്ലേ ഇത്? ഒന്ന് അനങ്ങാൻ പോലും സമയം കൊടുത്തില്ല, കൊയ്തെടുത്തത്. കാര്യരുൾ സമമായ നിന്തിരുവ്. കാര്യരുൾ ഇത് മുടിയെ വർണ്ണിക്കാൻ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാരികൻ വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അയോനിജാതയായ സ്ത്രീയിൽ പുരുഷന്മാരൊന്നും കൊല്ലാൻ പാടില്ല, ഇവിടെ ആണുങ്ങളെ കൊല്ലാൻ പാടില്ല. കൊല്ലുന്നെങ്കിൽ സ്ത്രീ ആയിരിക്കണം, അത് അയോനിജാതയായിരിക്കണം. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവത്തില്ല. പക്ഷെ ശിവൻ 3-ാം കണ്ണിൽ നിന്നും പെറ്റിട്ടു. ശിവന്റെ തൃക്കണ്ണിന്നല്ല ഭദ്ര ഉണ്ടാകുന്നത്, യോനിജാതയല്ല. അങ്ങനെ ഈ പുള്ളി പിന്നെ പകലെ കൊല്ലാൻ പാടുള്ളൂ, രാത്രി പുള്ളി കൊല്ലാൻ പാടില്ല. അങ്ങനെ പുള്ളി പകലറിഞ്ഞ് ഭയങ്കര അക്രമം കാണിക്കും. ഭദ്രകാളി ചെയ്ത പണി എന്താ പറയുക, ഈ ഇദ്ദേഹത്തിന് മാള ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു അന്തിമാള വന്ന് മുടി അഴിച്ച് സൂര്യനെ അങ്ങ് മറയ്ക്കും. മുടി അഴിച്ചിട്ടിട്ട് അദ്ദേഹം രാത്രി നമ്മളെ വിളിച്ചാടും. വിളിച്ചാടും. അവിട്ടാണ് പുള്ളിയെ കൊല്ലുന്നത്. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ആ മുടിക്ക് പ്രാധാന്യം കൊടുത്തത്. കാരുരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാന്ന്. അങ്ങനെ ഒരു അത് ഈ ചരിത്രം. പക്ഷേ ഈ പാട്ട് പാടുന്നവർക്ക് ഈ സംഭവം അറിയത്തില്ല. നിന്തിരുവാർമുടി എല്ലാവരും പാടുന്നത്. ശരി. കാരുൾ സമമായ നിൻ തിരുവാർമുടി
അപ്പോൾ ഒന്നുകൂടെ പാടിയാലേ നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ആക്കാം. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. ശരി, അതിനകത്തൊരു ചരിത്രമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ആ വേദിയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ഇപ്പം നന്ദഗോവിന്ദത്തിൻ്റെ ഭജൻസ്, ആ ഭജന് ഭയങ്കര ആൾക്കാരായിരുന്നു. പ്രവാസി പിന്നെ ചൊനക്കര പ്രവാസി കൂട്ടായ്മയാണ്, ചൊനക്കര പ്രവാസി കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ നിങ്ങളെ അവിടേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ തോന്നിയൊരു വികാരം എന്താണ്? അല്ല, ഞാൻ ഈ പ്രോഗ്രാം കാണാൻ വന്ന ആളാണ്. അത് ശരി. അതിന് 2 ദിവസം മുമ്പാണ് ഇവർ അറിയുന്നത് ഇങ്ങനെ നിങ്ങൾ ഈ പോകുന്ന സ്ഥലത്തുള്ള ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല, അറിയുന്നത് ബാബുനാരായണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അത് ഈ അമ്പലപ്പുഴ വിജയകുമാറും ഒരു മനോജ് തൂമണിൽ എന്ന് പറഞ്ഞൊരു തിരുമേനിയുണ്ട്. ഇവർ 2 നമ്പർ അയച്ചു കൊടുത്തു. അങ്ങനെ അവരെനിക്ക് മെസ്സേജ് ഇട്ടു, ബാബു ഇതുപോലെ മാന്നാർ അവരുടെ ഭജൻ കണക്റ്റ് ഉണ്ട്, വിശിഷ്ടാതിഥിയായിട്ട് വരണം, ഞങ്ങളുടെ കൂടെ പാടണം, ഞങ്ങൾക്കും പാടാൻ പറ്റണം, ഞങ്ങൾ ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ ഞാൻ പറയും, മാന്നാറിലെ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത സമയത്ത് പ്രോഗ്രാം ഉണ്ട്, ചിലപ്പോൾ ഞാൻ വരുമെന്ന് പറഞ്ഞു കാണാൻ. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ അവർ വേദി വെച്ച് അന്ന് ആദ്യമായിട്ട് അനൗൺസ് ചെയ്തു ഈ പാട്ടിൻ്റെ പിന്നിലെ കഥ 20 വർഷം മുമ്പ് എഴുതിയ പാട്ടാണെന്നും അത് ബാബുനാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയാണെന്നും അത് വള്ളികുന്നം പടയനോട്ടം ക്ഷേത്രത്തിലെ പാട്ടാണെന്നും പറഞ്ഞ് ചിലപ്പം ബാബുച്ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് ബാബുച്ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നിരത്തിക്കാമെന്ന് ചോദിച്ചു. ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും പുറമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ പുറം നിൽക്കുമായിരുന്നു. ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടു. അദ്ദേഹം അവരോട് വിളിക്കാൻ പറഞ്ഞു, നടത്തിപ്പുകാരോടെ. അവരെന്നെ ഈ ഇത്രയും ആൾക്കാരുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ദാരികന്റെ ശിരസ് കൊയ്ത് പാട്ടിങ്ങനെ ആയിരങ്ങൾ ഏറ്റു പാടിക്കൊണ്ടിരിക്കും. 2 സൈഡ് അവിടെ പാടി തുടങ്ങി. ജനങ്ങൾക്ക് കാണാൻ പാടാ പാട്ട്. അവരും കൂടെ അവർ ഏറ്റു പാടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കൂടാണ് എൻ്റെ വരവ്. അവിടെ ചെന്നപ്പോൾ ലാസ്റ്റ് വരെ പാടി കഴിഞ്ഞു. എനിക്ക് 2 വരി പാടാൻ സമയം കിട്ടിയുള്ളൂ. എൻ്റെ ടൈമിങ്ങിൽ എനിക്ക് പാടാൻ പറ്റി. അപ്പൊ ആദ്യത്തെ അവസാനത്തെ 2 വരി അന്നേരത്തേക്ക് നിങ്ങൾ അവിടെ ഓടി എത്തിച്ചു. ആൾക്കാരെ നിങ്ങളെ വലിച്ചടിച്ചോണ്ട് പോകുന്ന ഞങ്ങൾ കാണുന്നത്. ഭയങ്കര റിസ്ക് അവർ കൊണ്ടുവരെ ആൾക്കാരുടെ കൊണ്ടുവരണ്ടേ. ശരി. അപ്പൊ അത് ആ ഒരു നിമിഷത്തെ എങ്ങനെയാ ബാബു ഓർക്കുന്നത്? അത് ജന്മ സുഹൃത്തെന്ന് നന്ദഗോവിന്ദൻ ഭജൻസ് നമ്മളോട് ചെയ്ത ഒരു പക്ഷെ അത് ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചിട്ട് ആ ഒരു ആണല്ലേ. ഇപ്പം അതിന് ശേഷം ഉള്ള ജീവിതം എങ്ങനെയാണ് ശരിയായിട്ടുള്ളത്? ഒരു ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ട്. ഇതുവരെ ഇല്ലാത്ത പ്രതീക്ഷകളൊക്കെ ജീവിതത്തിൽ കടന്നു കൂടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവണമെന്നായിരുന്നു കൊച്ചിലുള്ള ആഗ്രഹം. ഇതുവരെ ഒന്നും ആയില്ലല്ലോ. അപ്പം അതിനകത്ത് അതിനുശേഷം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. തിരിച്ചറിയുന്നു, ആദരവുകൾ കിട്ടി പറയുന്നുണ്ട് അല്ലേ. ഇപ്പം അതൊരു ട്രെൻഡായി മാറി. എവിടെ ഭജൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിഥിയായിട്ട് വിളിക്കുക. നന്ദഗോവിന്ദൻ മാത്രമല്ല, എല്ലാ ഭജൻസുകാരും വിളിക്കുക. നമ്മുടെ അതിഥിയായിട്ട് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതാണ്. ഇന്നലെ തൃശ്ശൂരായിരുന്നു. ഇപ്പം ഈ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു വലിയ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ടാണല്ലോ ജനനം. അതെ അതെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ജനിച്ചു വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കാറില്ല, എടാ നീ പണിക്ക് പോടാന്ന്, പണിയെടുത്ത് തിന്നടാന്ന് പറയുന്ന പോലെ പറയുമോ ആൾക്കാർ? നമുക്ക് വീട്ടിൽ സ്വാതന്ത്ര്യമായിരുന്നു. അതല്ലേ. അച്ഛനൊന്നും അങ്ങനെ വഴക്ക് പറയത്തില്ല? നീ അവന്റെ കലാബോധത്തെ അങ്ങനെ അംഗീകരിച്ചു പോകും? അല്ല, സാധാരണക്കാരല്ലോ നമുക്കറിയാലോ വീട്ടിൽ സാധാരണക്കാരുടെ വീട്ടിലെ അവസ്ഥയെ. പഠിക്കാനും നമ്മൾ വളരെ പ്രൊമോട്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ പുറകോട്ടാണെങ്കിൽ എങ്ങനെ ഈ മലയാളത്തിൽ ഇത്രയും ഇത് അനുഭവ സമ്പത്ത? മഴ നനഞ്ഞവനെ മഴയെക്കുറിച്ച് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ, കാണുന്നതിന് എഴുതാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇത്രമാത്രം വാക്കുകൾ എങ്ങനെ കിട്ടുന്നതാണ്? അതൊരു ദൈവികതയാണ്, ഉപാസന ഉണ്ടത്. ഉപാസന എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിലൂടെ വായന ശീലങ്ങൾ, ഭഗവത്ഗീതയായാലും രാമായണം, മഹാഭാരതം, ഇങ്ങനെയുള്ള പുരാണ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കുമായിരുന്നു. ഇപ്പം ശരിയായിട്ടും ഈ 1500 പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞു. സോപാന സംഗീതം വേണ്ട 70 എഴുതിയെന്ന് പറഞ്ഞു. 1500 കൂടുതൽ ഉണ്ട്. 1500 ഞാൻ എണ്ണിയിട്ടുള്ളൂ. ഈ സോപാന സംഗീതത്തിന് പ്രത്യേക താളമുണ്ടോ? ആ താളത്തിൽ ഈ സോപാന സംഗീതം എഴുതുമ്പോൾ മറ്റു സോപാന സംഗീതങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടാണോ നമ്മൾ എഴുതുന്നത്? ഇതിനൊരു ചിട്ടയുണ്ട് സോപാനത്തിന്. പിന്നെ നമ്മൾ മലയാളം പോലെയല്ല. മലയാളത്തിൻ്റെ പ്രാകൃതമായ പദങ്ങൾ, അതിൻ്റെ ശൈലി, എഴുത്ത് ശൈലി, ആ കഥ പറയുന്ന പോലും വളരെ വ്യത്യസ്തമായിരിക്കും ഓരോ സംഭവങ്ങൾ പറഞ്ഞ്. ശരി. പല ഈ അതിശയോക്തി ആയിരിക്കും അത് കൂടുതൽ. ദൈവത്തെ എങ്ങനെ വർണ്ണിക്കാം? അപ്പം ഇതിനകത്ത് എൻ്റെ ഒരു പാട്ടുണ്ട്, ഇങ്ങനെ മതവാരണമായി ഹരനാണ്ടു ചെമ്മേ മലമാതൂവതിൻ പിടിയായി എന്നുവെച്ചാൽ മതവാരണമായി ഹരനാണ്ടു, ശിവൻ ആനയായി. മലമാതു പർവ്വതത്തിൻ്റെ പാർവതി, അതായത് ഹിമവാന്റെ പുത്രി, മലയുടെ പുത്രി പാർവതി പിടിയായി. പലപോതിരവും കളിയാടി പെറ്റോരമൃതാകുന്നുണ്ട് ഗണപതിയെ ചെയ്യുന്ന.
മതവാരണമായി ഹരനാണ്ടു ചെമ്മേ മലമാതൂവതിൻ പിടിയായി പല പോതിരവും കളിയാടി പെറ്റോരാമൃതാകുന്നുണ്ണി ഗണപതിയേ ജയ. രണ്ടുപേരുടെ പാട് നിർത്തരുത്. വണ്ടാർക്കുഴലി തനയൻ തന്നോട്, വണ്ടാർക്കുഴലി തനയൻ തന്നോട് തുമ്പിക്കരവും കൊമ്പും ചെവിയും മത്തഗജം പോൽ ഒത്തുവിളങ്ങും, മത്തഗജം പോൽ ഒത്തുവിളങ്ങും നല്ലൊരു വയറും നിത്യം ജയ ജയ, നല്ലൊരു വയറും നിത്യം ജയ ജയ. മതവാരണമായി ഹരനാണ്ടു ചെമ്മേ മലമാതൂവതിൻ പിടിയായി. നല്ല രസമുണ്ട് അത്. അത് ഇടയ്ക്കൊക്കെ അത് ഞങ്ങൾക്ക് വേണ്ടി വായിച്ചു തരണം പിന്നീട് കേട്ടോ. അത് ഒന്നിച്ച് എല്ലാം ഓർത്തിരുന്നോണം. അത് ഓരോന്നോരോന്നായിട്ട് വായിച്ചു തരണം. നമ്മൾ ഈ വിദ്യാഭ്യാസം ഒക്കെ പകുതിയാക്കി പിന്നെന്തായിരുന്നു പരിപാടി? വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിൽ ആദ്യത്തെ വർഷം തോറ്റ ആളാണ്. പിന്നെ 1 മാർക്ക് അധികം വായിച്ച് ജയിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം 210 ജയിക്കാൻ 211 മാർക്ക് കിട്ടി. അന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഏതൊക്കെയായിരുന്നു? കണക്കും മലയാളമായിരുന്നു. മലയാളത്തിന് മാർക്ക് ഉണ്ടായിരുന്നു. എത്ര മാർക്ക് വരുന്നാലും? കണക്കിന് ടോപ്പായിരുന്നു, 48 ഒക്കെ ആയിരുന്നത്. ശരി. മലയാളത്തിന് 35-40, ബാക്കിയെല്ലാം 10 ഞാൻ ചോദിക്കുന്നത് ഈ കണക്കാണല്ലോ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കുഴക്കുന്നത്. കണക്ക് പാട്ടെന്ന് പറയുന്ന കണക്കാ. ശരി. പാട്ടെന്ന് പറയുന്ന കണക്കാണ്. അപ്പൊ നിങ്ങളെ അധ്യാപകരൊന്നും നിങ്ങളെ വിളിച്ചിട്ട് നീ ഇങ്ങനെ പോയാൽ പറ്റില്ല, നീ പഠിച്ചാലേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുവോ, നിർബന്ധമായി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും? സ്കൂളിൽ പോകാതിരിക്കാനല്ലോ നോക്കുന്നത്. നമ്മള് പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കില്ലേ. പകുതി വഴിക്ക് പോലെ അവിടെ പറങ്കാവയ്ക്ക് കശുവ അവിടെ കയറിട്ട് പറങ്ങാണ്ട് പിടിക്കുക, ആഞ്ഞിലിപ്പഴം പറിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹോബികൾ. അപ്പൊ ഇനി പിന്നെ ഇപ്പൊ യൂണിഫോം ഒരു വിഷയമായിരുന്നു. ഒരു യൂണിഫോം അല്ലേ ഉള്ളൂ. പിറ്റേന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് പിറ്റേ ലീവാ. ശരി. ഇത് കഴുകി ഉണങ്ങണം. 2 ദിവസം കിട്ടുള്ളൂ, 3 ദിവസം നടക്കത്തില്ലല്ലോ. ഇത് ഉണങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം പോകില്ല. ചെയ്യുന്ന പണി അന്ന് മിഠായി കവറുണ്ട്, കളർ മിഠായിയുടെ കവറുണ്ട്. അത് ഈ എന്നിട്ടോട്ട് ഭംഗി ബട്ടൺസിനകത്ത് കയറ്റിട്ട് ഇവിടെ എല്ലാം ബട്ടൺസിൻ്റെ കളർ മാറ്റി കയറി അകത്തോട്ട് കയറ്റി ചുവപ്പ് കളർ മാറും. അങ്ങനെ 2 ദിവസം കിട്ടുള്ളൂ, 3 ദിവസം കഴിയും. അതിങ്ങനെ പൊതിഞ്ഞിട്ട് പുറത്തോട്ട് ഇടും. അകത്തോട്ട് ബട്ടൺസ് അങ്ങ് മാറും. അപ്പം വേറെ ഷർട്ടായിട്ട് തോന്നുന്നു. ആകെ ഒരു യൂണിഫോമേ ഉള്ളൂ. യൂണിഫോം ആയിരുന്നു. വിഷമം തോന്നില്ലേ? കാരണം മറ്റുള്ളവരൊക്കെ എന്നും നല്ല തേച്ച് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ വിഷമം തോന്നാൻ വകയില്ല. നമ്മൾ എന്തോ ഇതിനോട് പടം കിട്ടുമല്ലോ, നമ്മൾ പൊരുതുമല്ലയോ. നമ്മൾ അതൊരു ദേഷ്യമായിട്ടോ പകയായിട്ടോ മനസ്സിലെന്തെങ്കിലും? ഇല്ലില്ല, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയപരമായിട്ടോ കായികപരമായിട്ടോ ഒന്നും പറ്റത്തില്ല. അതായത് സമൂഹത്തിൽ വരണമെങ്കിൽ അറിയപ്പെടുന്ന ആളെ തീരണം കൊച്ചിലെ ആഗ്രഹമായിരുന്നു. അതാഗ്രഹമുണ്ട്. അങ്ങനെ. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുമ്പോൾ എനിക്കൊരു ഇനി നമ്മുടെ ജീവിതം അവിടെ അടഞ്ഞില്ല, ഇനിയിപ്പോൾ അറിയപ്പെടുന്ന ഒരാളായെന്ന് അങ്ങനെ തോന്നി. പിന്നെ ചെയ്ത പണി പിന്നെ പെയിൻറ്റിങ്ങിന് ഇറങ്ങുമായിരുന്നു. പെയിൻറ്റിങ് പണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംഗീതം പഠിച്ചാൽ കൊള്ളുന്നത്. അങ്ങനെ ഒരു ചാരുമ്പോഴൊരു പാർത്ഥസാരഥി സ്കൂളിൽ ഭാർഗവ സാർ എൻ്റെ ഒരു ഗുരുനാഥൻ സ്കൂളിൽ സംഗീത അധ്യാപകനായിരുന്നു. അവിടെ ഒരു ശിവനാട് എൻ മധു അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ തുടങ്ങി വെച്ചു. പക്ഷെ അന്നേരം മനസ്സിലായി പാട്ടുകാരന് നമുക്ക് പറ്റിയ പണിയല്ലെന്ന്. പിന്നെ ഈ ഗുരു ഈ ഇപ്പോഴത്തെ ശിവശങ്കർ പണിക്കർ എന്ന് പറയും, ശൂരനാട് ശിവശങ്കർ പണിക്കർ ആണല്ലോ പിന്നെ ഒരു കൈപിടിച്ച് വരുത്തുന്നത്. അതെ അതെ. ബാബുനാരായൺ എന്ന് പറഞ്ഞ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ദാനമാണ്. പിന്നെ ഡിഗ്രിക്ക് പോയി. അല്ല, അത് ആ കഥ പറയണം തീർച്ചയായിട്ടും. നമ്മൾ സംസാരിച്ചിട്ടുള്ള കഥയാണെങ്കിലും എനിക്ക് ബാബുവിൻ്റെ ആ കഥകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിലും പ്രേക്ഷകൻ്റെ അത് അറിയാൻ താല്പര്യമുണ്ടല്ലോ. ഞാൻ പെയിൻറ്റിങ് ആയിരുന്നല്ലോ പണി. ആശാൻ്റെ വീട്ടിൽ ഇതുപോലെ എന്തോ വിശേഷത്തിന് പെയിൻ്റ് അടിക്കാൻ പോയി. അപ്പം നമ്മൾ കൂട്ടുകാരെല്ലാം അവിടെ പ്രദീപുണ്ട്, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. അവിടെ ഇത് പാടുമായിരുന്നു. അപ്പോൾ ആശാൻ ചോദിച്ചു, ബാബുവിൻ്റെ സോപാന സംഗീതമൊക്കെ ഒന്ന് പഠിച്ചുകൂടെ?
പക്ഷെ നമുക്ക് അതിനകത്ത് ചോദിക്കാൻ പറ്റുമോ എന്നൊരു സംശയം. അപ്പോൾ നിങ്ങൾ ഈ പെയിന്റ് അടിക്കുന്ന സമയത്തെല്ലാം പാട്ട് പഠിക്കണ്ടോ? പെയിന്റ് പഠിക്കണ്ടോ? ഇത് കേട്ടിട്ടാണ് ചോദിക്കുന്നത്. ആശാൻ ഇത് വെട്ടിക്കൂട്ടമ്പലത്തിൽ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം വന്നിട്ട് സമ്മതിച്ചു, പോയി തുടങ്ങി, ചെണ്ട സാധനം ചെയ്തു തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വേലഞ്ചര അമ്പലത്തിൽ കോലെടുത്ത് വന്നൊരു അമ്പലത്തിൽ സോപാനത്തിൻ്റെ ഒഴിവ്. ആ കഥ പറഞ്ഞിട്ട് പോയാൽ മതി. അവിടുന്ന് പിന്നെ അവിടുന്ന് ഒളിച്ചോട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് പോയത്. കാരണം അല്ല, ഗുരുവിൻ്റെ അടുക്ക പോയി. ഗുരു അപ്പം നമ്മൾ ഫീസ് കൊടുത്താണോ പഠിക്കുന്നത്? അല്ല, ആശാൻ അവിടെ ഒരിക്കലും ഫീസ് മേടിച്ചല്ല ആശാൻ പഠിപ്പിക്കുന്നത്. അല്ലല്ലേ, ഒത്തിരി ശിഷ്യ സമ്പത്തുണ്ട്, എല്ലാവരും അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. ശൂരനാട് എന്ന് പറയുന്നത് കലാഗ്രാമമാണ് അല്ലേ? അങ്ങനെ ഒരു ഗവൺമെന്റ് പദവി. പക്ഷേ ഈ കലാഗ്രാമത്തിന്റെ ശരിയായിട്ടുള്ള ഗുരു, എല്ലാവരുടെയും ഗുരു എന്ന് പറയുന്നത് ശൂരനാട് ശിവശങ്കർ പണിക്കർ. അദ്ദേഹത്തെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ല, ബാബുവിനോട് സംസാരിക്കുമ്പോഴൊക്കെ അത് ബാബുവിന് ആ ഗുരുത്വമാണ്, അതാണ് ബാബുവിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ വേലഞ്ചേരി അമ്പലത്തിൽ ഒരു ഒഴിവ് വന്നു. അപ്പോൾ ആശാനോട് പറഞ്ഞ്, ബാബു ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ഒഴിവുണ്ട്, ബാബുവിന് വരാമെന്ന് ചോദിച്ചാൽ ഞാൻ അന്നേരത്തെ ആവശ്യത്തിൽ കയറി സമ്മതിച്ച്. പക്ഷേ അത് ഇത്ര മാസത്തിന് മുമ്പേ ആശാൻ പറഞ്ഞത്, ഇന്ന മാസത്തിൻ്റെ മൊത്തം ഒരു 6 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ തലേന്ന് അപ്പൊ അതിനുവേണ്ടി പുള്ളി പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാബുവിനെ. തലേന്നിൻ്റെ തലേന്ന് പറഞ്ഞു, ബാബു മറ്റന്നാളിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. നാളെ പോകണ്ടേ, മറ്റന്നാൾ ജോലി കയറുവാന്നല്ലോ. സമ്മതിച്ചിട്ട് ഞാൻ ചെയ്ത പണി തന്നെ അവിടെ നിന്ന് മുങ്ങിയത്. പേടി, പോകാൻ പേടി. എൻ്റെ ഒരു ഈ പ്രദീപ് എന്ന് പറഞ്ഞു മരിച്ച പ്രദീപ് എന്ന് എടുത്ത് പറഞ്ഞതാ. പ്രദീപിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആശാൻ എവിടെയൊക്കെ വീട്ടിൽ ചെന്ന് ബാബു എന്തോ എൻ്റെ പണി കാണിച്ചു, എന്നോട് കാണിക്കണമായിരുന്നു. വീട്ടിലൊക്കെ വഴക്കൊക്കെ പറഞ്ഞു അവിടെ ചെന്ന്. ഗുരു അവിടെ തേടി വന്നു. എന്നെ തിരക്കി അവിടെ വന്ന് കണ്ടുപിടിച്ചു. സ്കൂട്ടർ അവിടെ വന്നു. എന്നോട് ചോദിച്ചു എന്താന്ന്. എൻ്റെ ആശാനെ കൊടുത്തോണ്ട് പോകാൻ മുണ്ടില്ല. ഇതിനെന്താ കാര്യം? ആശാൻ വീട്ടിൽ പോയിട്ട് ഒരു കെട്ട് മുണ്ട് എടുത്തിട്ടുണ്ടെന്ന് എന്നെ കെട്ടി വീട്ടിൽ വന്ന് പറഞ്ഞു, വീട്ടിൽ പറയാൻ പറഞ്ഞു എൻ്റെ കൂടെ വരുമെന്ന്. വീട്ടിൽ ചെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ കൊടുത്തില്ല. അദ്ദേഹം വിളിച്ചിട്ടാണ് പോയത്. വേലഞ്ചേരി അമ്പലത്തിൽ കൊണ്ട് ഇടയ്ക്ക് കഴിക്കുന്നത്. പിന്നെ അവിടെ 4 വർഷം കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നത്. 4 വർഷം അവിടെ താമസിക്കണം. അവിടെ ഇത്ര ദൂരം പോയി വരാൻ പറ്റത്തില്ല, ബസ്സിന് കയറി വരണം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അന്ന് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു? അന്ന് 6 തോന്നുന്നു ശമ്പളം. ഒരു ദിവസത്തെ ശമ്പളമാണോ? അല്ല, ഒരു മാസം 6000 രൂപ ശമ്പളം. 6000 രൂപ. അന്ന് പൈസയ്ക്ക് വിലയുള്ള സമയം. അതിന് നല്ല ശമ്പളമല്ലായിരുന്നു? 30 വർഷത്തിന് മുമ്പുള്ള കഥയിൽ പറയുന്നത്. 30 വർഷത്തിന് മുമ്പ് 6000 രൂപ ശമ്പളം നല്ല ശമ്പളമല്ല. കൂലിക്കാരന് കിട്ടില്ല അത്ര പൈസ. അപ്പം പിന്നെന്താ ആ ജോലി ഉപേക്ഷിച്ച പെട്ടെന്ന്? അല്ല, പിന്നെ നമുക്കിവിടെ അങ്ങ് തിരക്കായി. അപ്പോൾ ജോലികളായി, മറ്റേ പ്രോഗ്രാംസ് നാട്ടിൽ ആശാനും വല്ലാതെ തിരക്ക്, ഇവിടെ ആൾക്കാരില്ലാതെ വന്ന്. പിന്നെ അവിടെ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോരുന്നത്. ഈ വേലഞ്ചിറ അമ്പലത്തിലെ ദേവസ്വം ബോർഡ് അല്ലാതെ ഒരു കുടുംബക്ഷേത്രം. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥലത്തേക്ക് അപ്ലിക്കേഷൻ അയക്കുമോ, അങ്ങനെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ കയറി പറ്റാൻ ശ്രമിക്കുക? പിന്നെ അത് കലാപീഠത്തിന് മാത്രമായി, കലാപീഠത്തിൽ പഠിക്കുന്നവർക്ക് മാത്രം ജോലി കൊടുക്കുന്നത്. അവന് ഇത്ര പേരെ എടുക്കുമ്പം സമ്പ്രദായപരമായിട്ട് പഠിച്ച കുറച്ച് പേരെ എടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒഴിവില്ല. ദേവസ്വം ബോർഡ് നമ്മൾ ജോലി നോക്കി, ഡെയിലി ബേസ് നോക്കിയതാണ്. അവർക്ക് ഒഴിവില്ല. ഡെയിലി ബേസ് പറ്റിപ്പോഴും പറ്റും, പെർമനന്റ് ആയിട്ടൊരു ജോലിക്ക് പറ്റില്ല. അങ്ങനെ ആളങ്ങനെ എടുക്കുന്ന എൻ്റെ അറിവ്. കുടുംബത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ്? കുടുംബത്തിൽ ഭാര്യ, 2 മക്കള്. ഭാര്യയുടെ പേര് ബിന്ദു, മൂത്ത മകള് അനഘ +1 പഠിക്കുന്നു, ഇളയാൾ അനുജ 7 പഠിക്കുന്നു. അവരുടെ സപ്പോർട്ടാണ്. കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ 2 പേരും എടുക്കല. പഠിത്തത്തിന് താല്പര്യം കൂടുതൽ. ശരി. അത് അവരാണ് കവിത എഴുതാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? മൂത്താള് എഴുതും, ഇളയാൾ പാടുന്നല്ല അവന്. ശരി, 2 പേരും 2 ആയിട്ട് എടുത്തു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആദ്യം എഴുതിയ കവിത, അതിനെക്കുറിച്ചുള്ള ഓർമ്മ പറയണോ? ആദ്യം എഴുതിയ കവിത എന്ന് പറയുമ്പോഴത്തേക്ക് കവിതയല്ല, കുറേ നാമങ്ങളാണ് ഞാൻ ആദ്യം എഴുതിയത്. കളരിവാതിക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലമാണ്, നമ്മുടെ പരദേവതയാണ്. അപ്പോൾ അവിടുത്തെ ഒരു 3 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം അത് പ്രൊഡ്യൂസ് ചെയ്ത് ശ്രീജുകുമാർ, രണ്ടാമത്തെ ബിജുകുമാർ, മൂന്നാമത്തെ അവരുടെ കൂട്ടുകാർ ചേർന്ന് ചെയ്ത. ഈ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പം അവിടെ ഒരാൾ ചോദിച്ചു, അന്ന് ഈ വലിയ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെയാണ്, അത് അറിയപ്പെടുന്നവർക്കായിരുന്നു ഈ പേര് ചേർക്കുന്നത്. അപ്പോൾ അവനെന്താണ് ശൂരനാടെന്ന് വെക്കാൻ യോഗ്യതയെന്ന് ഞാൻ ചോദിക്കുന്നത്. ശൂരനാടെന്നുള്ളത് ആർക്കെങ്കിലും പതിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെക്കുന്നതിന് എന്തായിരുന്നു പരാതിപ്പെടാൻ? ശൂരനാട് ജനിച്ച ഒരാൾക്ക് ശൂരനാട് പറഞ്ഞ ആൾക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കൊണ്ട് അതിനകത്ത് മറ്റെന്തെങ്കിലും സ്പർദ്ധ ഉണ്ടായിരുന്നോ ബാബു? അതെനിക്കറിയത്തില്ല. ആ ഒരു വ്യക്തിയുടെ കാര്യം, പുള്ളിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ വ്യക്തി എന്ത് കലാകാരനായിരുന്നു? നമ്മള് കലാകാരനൊന്നുമല്ല. ശരി, കലാകാരനല്ലാത്ത ഒരാൾക്ക് ഈ കലാരംഗത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നല്ലോ. അങ്ങനെ അതൊരു രാഷ്ട്രീയ പ്രവർത്തനം വരും. അതിൽ നമുക്ക് ഇത്രയും
ഒരിക്കലും പറയേണ്ടാത്ത രാഷ്ട്രീയത്തിലുള്ള ആളായിരുന്നു. അത് ശരി, അത് ശരി. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയത്തിലുള്ള ആളെ പറഞ്ഞത്. അത് ശരി. അതൊരു വലിയ വിഷമം ചെയ്തല്ലേ? വലിയ വിഷമം ചെയ്ത്. സ്വന്തം നാടിൻ്റെ പേര് ഉപയോഗിക്കാൻ വയ്യാത്ത ആ നാട്ടിൽ ജനിച്ച ഒരാൾ, ഞാൻ ജനിച്ചത് ഇന്ന നാട്ടിലാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയാത്ത ഒരാളായി മാറിയോ ഒന്നും? ഇല്ല, നമുക്ക് വാശിയാ. അന്ന് വാശി എടുത്ത് ഇവരെ കൊണ്ട് പറയണമെന്ന് അതന്നേ തീരുമാനിച്ചത്. ശരി. അത് കൂടുതൽ ശക്തിയാണ് തന്നത്, ഊർജ്ജമാണ് തന്നത്. അവൻ എൻ്റെ നാട്ടുകാരാണെന്ന് പറയിക്കണമെന്ന് എനിക്ക് അന്നേ ഒരു വാശിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരിടത്ത് ഞാൻ ശിവനാടെന്ന് പേര് വെറും ബാബു നാരായണെന്ന് മാത്രം എൻ്റെ പേരും അച്ഛൻ്റെ പേരും ചേർത്ത് വെച്ചു. ശരി. ശരിയായിട്ടും സ്കൂളിൽ വിളിക്കുന്ന പേര് ബാബു നാരായണൻ എന്നാണോ? എൻ്റെ പേര് ബാബുലാൽ നാരായണൻ. ശരി. ബാബു നാരായണനാക്കി ചെറുതാക്കി പറയുന്നതിനൊരു എളുപ്പമുണ്ട്. അപ്പോൾ ഈ പിന്നെ ആദ്യം ഒരു പാട്ട് റെക്കോർഡ് ചെയ്തല്ലോ, ഏത് പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്? അതിനുള്ള ഒരു സംഭവമുണ്ട്, അത് പറയാമോ? റെക്കോർഡ് ചെയ്ത ആദ്യ പാട്ടെന്ന് പറഞ്ഞ് ഈ വള്ളികുന്നം ഈ ക്ഷേത്രത്തിൽ തന്നെ, അതായത് ഈ ദാരികൻ്റെ പാട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് പടയണി ആടി ഉറഞ്ഞൊരു രാവിലെ നിന്നാണ് ആ പാട്ട്. അല്ല, അതിൻ്റെ കഥ കേൾക്കണം നമുക്ക്. അതിൻ്റെ കഥയെന്ന് പറയുമ്പോഴത്തെ അന്ന് ഈ നമ്മുടെ കരോക്കെ എടുത്തിട്ടായിരുന്നു പാട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മനോജ് സാറ് എല്ലാവരും നല്ല കുറേ കരോക്കെ തപ്പിക്കൊണ്ട് വന്നിട്ട് പാട്ട് ചെയ്യും. അപ്പോൾ അന്നത്തെ അവിടെ എഴുത്തുകാർ ഒരു ശ്രീമോഹൻ വള്ളിയുണ്ട്, അദ്ദേഹം ഇപ്പം അറിയപ്പെടുന്നൊരു ജോലിസ്ഥരാണ്. പിന്നെ ഒരു രാജീവ് നമ്പൂതിരി, അദ്ദേഹം അവിടുത്തെ കിഴിശാന്തിയാണ്. ഇവർ രണ്ട് എഴുതി വന്നപ്പോൾ ഇവർക്ക് എഴുതാൻ പറ്റാത്തൊരു ടൂണിനകത്ത് വന്നു. അവരങ്ങനെയൊക്കെ നോക്കി നടക്കുന്നില്ല. അപ്പം അതിങ്ങനെയാണ് ഇങ്ങനെ പോകുന്ന ടൂണ്. അവരെങ്ങനെയൊക്കെ നോക്കി നടക്കുന്നില്ല. അന്ന് എഴുതിയ വരിയും അതിൻ്റെ ഒറിജിനൽ വരി എഴുതിയത് മോശമായിരുന്നു. അവരെന്തോ മാനവരെന്നും ഭജിക്കുന്നൊരംബികെ ആനന ദേവിക്കു മംഗളം ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്. അപ്പോൾ കേൾക്കുന്നവർക്ക് എഴുതാൻ മൂഡ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ ഒരു ടൂണ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വേറെ തരത്തിലൂടെ ചിന്തിക്കുന്നത്. ഇതെങ്ങനെ ഇതുമായിട്ട് അമ്പലത്തിൻ്റെ കഥയായിട്ട്, അതായത് അമ്പലത്തിൽ ദൈവമാർ പടയണി നടന്ന സമയത്ത് കുരവിടാൻ ആളില്ലാതെ വന്നു പോലും. ആ സമയത്ത് ദൈവമാർ കുരവിട്ടെന്ന് ഈ ചൂട്ടുമായിട്ട് വന്ന്. ശരി. അങ്ങനെയാണ് അവിടെ ഇത് പിന്നെ പടയണി നടത്തുന്ന സമയത്ത് കുരവ് വേണം. അവിടെ കുരവിടാൻ ആളില്ലാത്തുണ്ട്. അപ്പോൾ ഇവർ രണ്ടു വന്ന് കുരവിട്ടെന്ന അപ്പോൾ ദേവി വന്ന് കുരവിട്ടു. അത് അമ്പലത്തിന്റെ ചരിത്രം. അങ്ങനെ കഥ പറഞ്ഞു. പാട്ടിങ്ങനെ പടയണിയാടി ബാബു എഴുതിയ പാട്ടാണ്. പടയണിയാടിയുറഞ്ഞൊരു രാവിൽ പരിചൊടു ചൂട്ടിൻ പ്രഭയുമൊടുക്കി വടിവൊടു തിരുവുടലങ്ങു തെളിഞ്ഞു പടയണി വെട്ടത്തുടയോരേ ജയ. അങ്ങനെ ആക്കിയത്. അപ്പോൾ ഒരു വലിയ നമ്മൾക്ക് പ്രേക്ഷകരോട് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു പാട്ട് എഴുതാൻ നിയോഗിക്കപ്പെട്ട ആളല്ല, ആ ആളിന് അവിടെ ചെന്ന് പിന്നെ രണ്ടുപേരിന്ന് പാട്ട് എഴുതുന്നു, കാട്ടൊക്കെ കേട്ടിട്ട്. അപ്പം പുറയിൽ ഇങ്ങനെ ഒരു പയ്യനായിട്ട് നിൽക്കുന്നു അല്ലേ? അപ്പം ഒരു പാട്ടെന്നാ ആ പാട്ട് പാടുന്നില്ല, വേണ്ടാന്ന് വെച്ച പാട്ട്, ആ പാട്ട് ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ച് പിടിച്ചു വാങ്ങിച്ചിട്ട് അപ്പോൾ നീ എഴുതിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ആ പാട്ട് ഒന്നാമത്തെ പാട്ടാണ്. അവിടെയാണ് ദൈവയുടെ ഒരു ചൈതന്യം. അത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഒരിക്കലും തലേ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും എന്റെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന അറിയില്ല. ഇല്ല, നമുക്ക് വിശ്വാസമില്ല. അന്ന് വേറെ തലമാണ് റെക്കോർഡിംഗ് എന്നൊക്കെ പറയുന്നത്. അന്ന് തുടങ്ങിയ റെക്കോർഡിംഗ് ജീവിതമാണ്. അന്ന് അത് ആരാ പാടിയത്? ആദ്യമായിട്ട് പാടിയ ഒരു സുരേഷ് പന്തളം. ശരി. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, അസാധ്യമായിട്ടായിരുന്നു. ശരി. അദ്ദേഹത്തെ ഇപ്പം നിങ്ങൾ ബന്ധപ്പെടാറുണ്ടോ? വിളിക്കാറുണ്ട്. ശരി. സ്വന്തം സുരേഷ് ഏട്ടൻ. ശരി. അപ്പം ഈ പിന്നെ അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയാണ് ബാബു? ഈ സോപാന സംഗീത രംഗത്ത് അപ്പം ആദ്യം ഒരു അമ്പലത്തിൽ പോയല്ലോ, അവിടെ സ്വന്തം പാട്ടുകൾ പാടാറുണ്ടായിരുന്നു? അല്ല, അവിടെ ഈ ഉണ്ട്, അവിടെയും എഴുതി പാടുമായിരുന്നു. അവിടെ എഴുതി പാടും. ഒരു സാധുജന പരിപാലിനി ഭയനാശിനി ഇങ്ങനെ സാധനമുണ്ട്. നിങ്ങളുടെ ഗുരുവായിരുന്നു പിന്നെ ശൂരനാട് ശിവശങ്കര പണിക്കർ. അദ്ദേഹത്തിന്റെ മകനാണ് ശൂരനാട് ഹരികുമാർ. രണ്ടുപേരെ. അതുപോലെ ശൂരനാട് ഗിരീഷ് കുമാർ. അവരെല്ലാം സോപാന സംഗീതജ്ഞരാണ് അവർ രണ്ടുപേരും. പിന്നെ അപ്പോൾ ഇവരോടൊപ്പം പാടും അല്ലേ? രണ്ടുപേരും കൂടെ പാടാറുണ്ട്. അപ്പോൾ ഈ ഗാനം രചിക്കുന്ന സമയത്ത് ആരാണ്? ചേട്ടനാണോ അനിയനാണോ കൂടുതൽ നമ്മുടെ കൂടെ ഒക്കെ നിൽക്കുന്നത്? അത് അതായത് ഈ വേലഞ്ചര പോകുന്ന സമയത്ത് ഗിരീഷ് ഇളയാള് ഈ ഒരു മാസം കൊണ്ട് ലീവിന് വരും. അന്ന് പുള്ളി വന്നാലേ എനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. ശരി. അതുവരെ ഇദ്ദേഹത്തിന്റെ കൂടെ പോയേ പറ്റൂ. അല്ല, എനിക്ക് അമ്പലം നിൽക്കണം.
ഇവിടുന്ന് പകരത്തിന് ആൾ വരാൻ എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. ശരി. ഇവിടുന്ന് ഒരാൾ വന്നാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഗിരീഷ് വരുമ്പോഴാണ് തിരിച്ച് വരുന്നത് വേലഞ്ചിറയിൽ നിന്ന്. ശരി. പിന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഹരിയുടെ കൂടെ 25 വർഷമായിട്ട് ഒരു നിഴല് പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ പാടുന്ന പാട്ടുകൾ ഇപ്പം നമ്മൾ സാധാരണ ഒരാളെ ഒരു പാട്ട് എഴുതുന്നത് വെച്ചു, ആ പാട്ട് ഉടനെ തന്നെ ഒരു സംഗീതം ചെയ്ത് കേൾക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമല്ലേ. ഇപ്പം നിങ്ങൾ ബാബു ഒരു കവിത എഴുതി, അപ്പം തന്നെ അത് ഹരികുമാറിനെ ഏൽപ്പിക്കുന്നു, ശൂരനാടകവനെ ഏൽപ്പിക്കുന്നു, അപ്പം തന്നെ നിങ്ങൾ രണ്ടും കൂടെ അത് ചെയ്യുന്നു, അപ്പം തന്നെ അത് പാടിയെടുക്കുന്നു. അതൊരു വലിയ ഭാഗ്യമല്ലേ സത്യത്തിൽ. അതെ അതെ. കാരണം ബാക്കിയുള്ളവരൊക്കെ എഴുതി വെക്കും, ഇത് യേശുദാസിന്റെ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ആരെങ്കിലും ഒന്ന് പാടണം, ആരെങ്കിലും ശബ്ദം കൊള്ളാവുന്ന ഒരാൾ പാടി കേൾക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ അത് നടക്കാറില്ലല്ലോ. എഴുതി പകുതി ടൂണോട്ട് നമ്മൾ ചെല്ലുന്നത്. എന്നെ എഴുതുമ്പോൾ അങ്ങനെ പ്രത്യേകമുണ്ട്, ടൂണിട്ട് എഴുതി തന്നെ ഞാൻ പോകുന്നത്. സാധാരണ ട്യൂൺ ആദ്യം കണ്ടിട്ടാണോ എഴുതുന്നത്, എഴുതിയതിന് ശേഷം ട്യൂൺ ഇടുക എന്നോ? എന്നോട് ഒരുമിച്ച് വരിക ഒരേ സമയത്ത്. ബാബുവിന് 1500-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഗാനങ്ങൾ എഴുതുമ്പോൾ ബാബുവിനെ ഭരിക്കുന്നത് ഭക്തിയാണോ അതോ ജീവിത അനുഭവങ്ങളാണോ ശരിയായിട്ടും ബാബുവിനെ ആ കവിത എഴുതിക്കുന്നത്? ഭക്തിയല്ല, ജീവിതാനുഭവങ്ങളാണ്. നന്നല്ലേ, അത് ഭക്തിയിലേക്ക് പോകുന്ന അനുഭവ സമ്പത്തുണ്ട്. അതെ. ഇപ്പോൾ ഒരു കവിത എഴുതുമ്പം ഒരു അച്ഛൻ മരിച്ചു എന്ന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചാണ് എഴുതുന്നത്. ഇപ്പം ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബിക എന്നുള്ള പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ താളം എങ്ങനെയാണ്? അത് അന്നേരം ഒരു മനസ്സിൽ കണ്ടിരുന്നോ അതിൻ്റെ താളം? അല്ല, അത് ഈ നമ്മൾ സാധനം ചടുലമാണല്ലോ. അപ്പോൾ സാധാരണ താളത്തിൽ എഴുതിയാൽ അതങ്ങോട്ട് ഒരു ഭംഗിയാവത്തില്ല. അപ്പോൾ നമ്മൾ താളം 7/8 മിശ്രയാപ്പ് എന്ന് പറയും. അപ്പോൾ മുമ്പ് പാടിയ ഗണപതിയുടെ ഒരു താളമുണ്ട്, ആ താളം ഇതിന് പറ്റില്ല. ഇല്ലില്ല, അത് ആദ്യ താളമാണ്. ഇത് പതിഞ്ഞ് കിടക്കണം, ഇങ്ങനെ കിടക്കണം. ഇവിടെ കുറഞ്ഞാട്ടം ഇല്ല, അപ്പോൾ അതങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ ഭദ്രകാളി ദാരിക നിഗ്രഹത്തിന് ശേഷം വരുന്ന സമയത്ത് പിന്നെ മൂലോകങ്ങൾ നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. കലി മൂത്ത് വരുക, കലി അടങ്ങുന്നില്ല. ഈ സമയത്ത് അസുരര്, ദേവങ്ങാര്, അല്ല നാനാജാതി മുനിമാരും എല്ലാം കൂടെ ചെന്നിട്ട് ഭദ്രകാളി തൊഴുത് പാടുന്നതായിട്ടാണ് സങ്കല്പിച്ചാണ് എഴുതിയിരിക്കുന്നത്. അന്നേരത്തെ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ അമ്പലത്തിൽ പാടുന്നതായിട്ടല്ല ഞാൻ ചിന്തിച്ചത്. ഭദ്രകാളി ആടി ഉറഞ്ഞു വരുമ്പോൾ ദാരിക നിഗ്രഹത്തിന് ശേഷം എല്ലാവരും ചെന്ന് ദേവിയുടെ കോപം ശമിക്കാൻ വേണ്ടി പാടുന്നതായിട്ടാണ്. അപ്പോൾ അത് മിശ്രയാപ്പ് എന്ന് പറയുന്ന താളത്തിൽ എഴുതി. എന്തോ ആ പാട്ട് ഏതാ? ഈ പാട്ട് തന്നെയാണോ അത്? അതിനകത്ത് അങ്ങനെ അങ്ങനെ ദേവിയുടെ കോപം ശമിപ്പിക്കുന്ന രീതിയിലല്ലല്ലോ അതിന്റെ വരികൾ വരുന്നത്. അത് അംഗന്യാസങ്ങൾ വർണ്ണിക്കുമോ? നീ അങ്ങനെയുള്ളവളല്ലേ, ഇങ്ങനെയുള്ളവളല്ലേ, ഞങ്ങളെ രക്ഷിച്ചാലും ഇന്നത്തെ കോപം. ആ പോർഷൻ ഒന്ന് പറയാമോ? ദാരികന്റെ ശിരസ് ഘോര രൂപിണി അംബിക, കാരൂരിൽ സമമായ നിൻ തിരുവാറുമുടി ചുരുൾ കൈതൊഴാം. ഇതിന്റെ മുടി ഞങ്ങൾ കൈതൊഴാന്ന് പറഞ്ഞു. കാരൂരുമ്പ് കടുപ്പമേറെ തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും കൈതൊഴാം ഭയങ്കരി തവമൂർ, നിന്നെ തൊഴാൻ ഞങ്ങള്. അല്ല, ഈ ദാരികനെ കൊന്നതിലുള്ള നന്ദിയോടെ പറയുകയാണോ അതിനകത്ത്? ശരി, അങ്ങനെ സംഹരിച്ച് ഞങ്ങളെ രക്ഷിച്ചല്ലോ എന്നുള്ള നന്ദിയാണ് അല്ലേ? അപ്പൊ അവരുടെ അംഗന്യാസങ്ങൾ പറഞ്ഞിട്ട് അംഗന്യാസം വർണ്ണിക്കുകയാണ്. ശരി. അപ്പോൾ അതാണ് ആ കവിതയുടെ അതിൻ്റെ ഉദ്ദേശം. പിന്നെ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് 2 പാട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം ആ പാട്ട്, പക്ഷെ അത് പ്രേക്ഷകന് കേൾക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു വിരഹ ദുഃഖമുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള ഭാര്യയ്ക്കും അങ്ങനെ ഒരു വിരഹ ദുഃഖമുണ്ട്. ആ വിരഹ ദുഃഖം ഇതാക്കുന്ന ഒരു പാട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് പറയാം. മഴയാണ് പോലും കുളിരാണ് പോലും പ്രാണന്റെ പ്രാണനം പ്രിയ സഖിക്കെന്നെ കാണേണമെന്നുണ്ടു പോലും, ഒന്നു പുണരുവാൻ കൊതിയാണു പോലും. മഴയാണു പോലും കുളിരാണു പോലും പ്രാണന്റെ പ്രാണനം പ്രിയ സഖിക്കെന്നെ കാണേണമെന്നുണ്ടു പോലും, ഒന്നു പുണരുവാൻ കൊതിയാണു പോലും. ഇടറുന്നു പോലും പിടയുന്നു പോലും, ഇടറുന്നു പോലും പിടയുന്നു പോലും, ഒരു മാത്ര നേരവും ഓർക്കാതിരിക്കുവാൻ ആവുന്നതില്ലെന്നു പോലും.
മിഴികളറിയാതെ നിറയുന്നു പോലും, മഴയാണു പോലും കുളിരാണു പോലും, പ്രാണന്റെ പ്രാണനാം പ്രിയ സഖിക്കെന്നെ കാണേണമെന്നുണ്ടു പോലും, ഒന്നു പുണരുവാൻ കൊതിയാണു പോലും. അല്ല, ഇത് ശരിയായിട്ടും ഒരു വിരഹ ദുഃഖമാണ്. കാരണം ഒരു ഞാൻ പറഞ്ഞ വിദേശത്തുള്ള ഒരു ആളുടെ വൈഫ് ഇവിടെ നിന്നിട്ട് അയക്കുന്ന സന്ദേശം അത് ഹൃദയത്തിൽ കൊണ്ടിട്ട് അതിനോട് പറയുകയാണ്, അവിടെ നാട്ടിൽ മഴയാണ്, കുളിരാണ്, എന്നോടൊപ്പം അല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് അന്ന് പറയുന്നു. അന്ന് ഈ 20 വർഷം മുമ്പൊക്കെയുള്ള സമയങ്ങളിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾ 3 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും വരുന്നത്. അതെ, ലെറ്റർ പോലും ഇല്ലാത്ത സമയത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതിഗതിയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ മഴയാണ് പോലും കുളിരാണ് പോലും എന്താ കൂടെ പ്രാണന്റെ പ്രാണനാം പ്രിയസഖിക്കെന്നെ കാണണമെന്നുണ്ട് പോലും എന്നുണ്ട് പോലും. അതാണ് ആ വരികളുടെ ഒരു ഭംഗി. പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു നമ്മുടെ നിന്റെ മുടി ഇലകളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ട്. അതും ഓണം, അതിന്റെ കവിതയാണ്. ഓണം വരുന്നുണ്ട് പെണ്ണെ, അത് പാട്ട് വരുമ്പോ അത് ഞാൻ പറഞ്ഞിട്ട് പ്രേക്ഷകരോട് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഇതിപ്പോ ഒരു ഓണം വരുന്നുണ്ട് പെണ്ണെ, നിന്നോടൊപ്പം ഉണ്ണാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് ഒരു പ്രവാസി പറയുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. കാണാനഴകുള്ള പെണ്ണെ, നല്ല കരിനീലമിഴിയുള്ള പെണ്ണെ, കാണാനഴകുള്ള പെണ്ണെ, നല്ല കരിനീലമിഴിയുള്ള പെണ്ണെ, കവിളൊന്നു നുള്ളട്ടെ പെണ്ണെ, മെല്ലെ അതിലുമ്മ വയ്ക്കട്ടെ പെണ്ണെ, കവിളൊന്നു തഴുകട്ടെ പെണ്ണെ, മെല്ലെ അതിലുമ്മ വയ്ക്കട്ടെ പെണ്ണെ, കാണാനഴകുള്ള പെണ്ണെ, നല്ല കരിനീലമിഴിയുള്ള പെണ്ണെ. അതിങ്ങോട്ട് വർണ്ണിച്ച് വന്നിട്ട് ലാസ്റ്റാണ് ഈ ഓണം വരുന്ന കാര്യം പറയുന്നത്. എന്തോ ആ പോർഷനിലേക്ക് വരട്ടെ. ആ പോർഷൻ പാടാം, ഇടയ്ക്ക് കുറേ ഉണ്ട്. ലാസ്റ്റ് ഓണം വരുന്നുണ്ട് പെണ്ണെ, ഒന്നു കാണണമെന്നുണ്ട് പെണ്ണെ, ഓണം വരുന്നുണ്ട് പെണ്ണെ, ഒന്നു കാണണമെന്നുണ്ട് പെണ്ണെ, മിണ്ടേണമെന്നുണ്ട് പെണ്ണെ, ഒപ്പമുണ്ണേണമെന്നുണ്ട് പെണ്ണെ, മിണ്ടേണമെന്നുണ്ട് പെണ്ണെ, ഒപ്പമുണ്ണേണമെന്നുണ്ട് പെണ്ണെ, കാണാനഴകുള്ള പെണ്ണെ, നല്ല കരിനീലമിഴിയുള്ള പെണ്ണെ. അങ്ങനെ കവിത. അത് ഭയങ്കര രസമായിട്ട്. അതും ശരിയായിട്ടും ഈ പ്രവാസ ദുഃഖം അനുഭവിക്കാത്ത എങ്ങനെയാണ് ബാബു നാരായണൻ അങ്ങനെ ഒരു കവിത എഴുതാൻ പറ്റുന്നത്? നമുക്ക് ഈ ജീവിതങ്ങൾ എൻ്റെ ഒരു വല്യച്ഛൻ്റെ മകള് ഭർത്താവ് ഗൾഫിലായിരുന്നു, ശങ്കരൻകുട്ടി, ചേച്ചിയുടെ വിമലയെന്ന്. അപ്പൊ ഇവര് ഈ സമയത്തൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അവരുടെ വിരഹ ദുഃഖം നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് കാണാൻ പലരുടെ കൂട്ടുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ശരി, ഓണം വരുമ്പോ കൂടെ ഒരു ഇലയിൽ കൂടെ ഇരിക്കേണ്ട ഭർത്താവ് ഇല്ല എന്നുള്ള, ഭർത്താവ് ദൂരെയാണ് എന്നുള്ള തോന്നൽ അല്ലേ? അതൊരു വലിയ സംഭവമാണ്. ഒരു പ്രവാസ ജീവിതം അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഭവമാണ് അത്. ഇപ്പോൾ ഒരു സിനിമയിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഒരു സിനിമാ ഗാനം എഴുതിയിട്ടുണ്ട്. ആ സിനിമാ ഗാനത്തെ കുറിച്ചൊന്ന് പറയും. സിനിമ പാടിയിട്ടുണ്ട്, അങ്ങനെ എഴുതി പാടി. ഞാനും മത്തായസനോട് പാടിയിരിക്കുന്നു. കൗരവസേന എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ കൊറോണ സമയത്ത് OTT റിലീസായ സിനിമയാണ്. ശരി. അപ്പം അതും ഈ പറഞ്ഞ ഒരു വിശ്വപ്രസിദ്ധമായ കുടിയന്മാരുടെ ദേശീയഗാനം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പാട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഈ ഒരു മദ്യത്തെ കുറിച്ചുള്ള പാട്ടായതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു അതുകൊണ്ട് നമ്മളെങ്ങും പറയാറില്ല. നമ്മളൊക്കെ ആകെ ഒരു അവസരം അഭർവാളിയിലും കിട്ടിയത് അതാണ്. അപ്പൊ അത് പാടാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളെല്ലാം നിങ്ങൾ ഈ പാട്ട് ആഘോഷിക്കാറുണ്ട്. ഈ പാട്ട് അതെ, ആ പാട്ട് ഇങ്ങനെയാണ്. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്ത്, ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. ആണുങ്ങള് കള്ളു കുടിക്കും,
വഴി നീളെ ആടി നടക്കും ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെ ആടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ, ആപത്തിന് കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേര് ദോഷം. ഈ ലോകത്തുള്ള കാര്യം നടത്തുന്ന എല്ലാവരും കള്ളു വേണം. പക്ഷെ കുടിയൻ ഇത് ഞാൻ എഴുതാണ്ട് എങ്ങനെ കള്ളു കുടിച്ചാൽ പേര് ദോഷം. ഇത് എഴുതാനുള്ള കാരണം, ഞാൻ കായംകുളത്ത് പോയിട്ട് ഒരു ആക്സിഡന്റ് നടന്നു, മരിച്ചു, സ്ത്രീ മരിച്ചു, ഒരാളെടുത്തില്ല. വഴി കുടിച്ച് നിന്ന ഒരാള് പോയി പൊക്കി ഇങ്ങെടുത്തത് ഇവരെ. അപ്പൊ വണ്ടിയുടെ പുള്ളി എടുത്ത് മാറ്റിയത്. അത് മരനട വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി. ഒരാളെടുത്തില്ല, മദ്യപിച്ചിട്ടായിരുന്ന ഒരാളാണ് കവർ കൊണ്ടിടന്ന് ഈ മാംസകഷ്ണങ്ങൾ മൊത്തം പറക്കി. ശരി. അപ്പം ഈ അവര് ഈ മദ്യപിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ശുദ്ധന്മാരാണെന്നുള്ളതാണ് അല്ലേ? അതെ അതെ. അപ്പൊ അതാണ് അല്ല, ഇപ്പം 1 കോടി രൂപ കൊടുത്തപ്പോൾ നടക്കാത്ത കാര്യങ്ങളൊക്കെ ഒരു പെഗ്ഗിന് പുറത്ത് നടക്കും. ശരി. അല്ല, പല കലാകാരന്മാരും ഇങ്ങനെ ഈ ഈ പറയുന്ന ഈ ഇങ്ങനെയുള്ള സഭകളിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പല സൃഷ്ടികള് ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സോപാന സംഗീതം പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, ആ അനുഭൂതിയെ കുറിച്ച് പറയാമോ? ആ അനുഭൂതി അതെങ്ങനെ പറയാൻ പറ്റുമോ അനുഭൂതിയെ കുറിച്ച്? അനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ മുമ്പിൽ നിന്ന് പാടുമ്പോൾ എന്നാൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ വളരെ ദുഃഖത്തോടെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഈ പാട്ടൊക്കെ നമുക്കറിയാം, ഇവർ മനസ്സ് നമ്മൾ പാട്ട്, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ ഒന്നുമില്ല, ശ്രദ്ധയില്ല. പിന്നെ ഇവരെ ഭഗവാനിലോട്ട് അടുപ്പിക്കേണ്ട ജോലിയാണ് നമുക്കൊരു ആത്മീയ അനുഭൂതിയായി. നമുക്ക് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കുള്ളൊരു ചട്ടുക. നമ്മൾ അവരെ എങ്ങനെ എത്ര ഭക്തനെ ഈ ഭഗവാന്റെ രൂപം അവർ മനസ്സിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും? അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ഈ നട അടയ്ക്കുന്ന സമയത്താണല്ലോ നിങ്ങൾ നട അടച്ചിടുന്ന സമയത്ത്. അപ്പം അദ്ദേഹം ഭഗവാൻ ആഹാരം കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പാട്ട് കൊടുക്കുന്നത്, ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതായിട്ട് പാടുന്നത്. പക്ഷെ അപ്പം ആ സമയം കൊണ്ട് ഇവരെ ഭക്തരെയും, അപ്പൊ ഭഗവാൻ ആ സമയത്തേക്ക് ഇവരെ ഭക്തിയുടെ ആ ഒരു ഇതിലേക്ക് പ്രാപ്തമാക്കുകയാണ്. നമ്മൾ ഭക്തന്റെ മനസ്സായി തീരണം, ഭക്തനായി തീരണം. ആ നിൽക്കുന്ന ആളാണ് നമ്മളാണ്. അപ്പൊ പുള്ളിയുടെ സങ്കടം നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പാട്ട് വരുന്നത്. മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ, ഭക്തൻ വിളിക്കുന്ന പോലെ. അപ്പൊ അവർക്ക് തോന്നും, ഭക്തന് തോന്നും ഞാൻ വിളിക്കുന്നുണ്ട്. മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ, നീയാണിനി അഭയം മായേ മായാതീത സ്വരൂപിണിയേ, നീയാണിനി അഭയം മായേ മായാതീത സ്വരൂപിണിയേ, മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ, നീയാണിനി അഭയം മായേ മായാതീത സ്വരൂപിണിയേ ദേവി. ഈ ഇടയ്ക്ക മാത്രമായിട്ടാണോ അതോ അതിന്റെ കൂടെ രണ്ടുപേര് പാടുമ്പോൾ ഒരാൾ ഇടയ്ക്ക, ഒരാളായിട്ടും പാടാറുണ്ട്, ഒരാളായിട്ട് ഇടയ്ക്ക കുട്ടി മാത്രം. ചേങ്ങലയുടെ പാടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു വൈബ് വരുമോ? രണ്ടുപേരും ഭയങ്കര വൈബാ. അതല്ലേ? അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ ഹരികുമാർ പോകുന്ന വഴിക്കൊക്കെ ശൂരനാട് ഹരികുമാർ ആണല്ലോ കുറച്ചുകൂടെ ഫേമസ് എന്ന് വെച്ചാൽ സ്വരം കൊണ്ട്. നിങ്ങൾ എഴുതിന്റെ കാര്യത്തില് അപ്പം നിങ്ങൾ അവിടെ ചേങ്ങല വായിക്കുക, ചേങ്ങല ഒരുമിച്ച് പാടുക. ആ ശരി. ഞങ്ങളുടെ രണ്ട് ടോൺ ആയതുകൊണ്ട് മിക്സ് ചെയ്ത് തരുമ്പോൾ നല്ല രസമായിരിക്കും. കോർസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ ശരി. കോർസ് പാടുന്നത് തോന്നുന്നു. ആ ശരി. ഇവിടെ നന്ദഗോവിന്ദ ഭജൻസിന്റെ ഒരു വേദിയിൽ നിങ്ങൾ രണ്ടുപേരോട് പാടുന്നു. അതേത് വേദിയായിരുന്നു? അത് മാന്നാർ ഭജൻ കണക്ട് ആയിരുന്നു. അന്നും ഈ ഘോരരൂപിണി അമ്പുഴി അവർക്ക് ആ പാട്ടില്ലാത്ത ഭജനയില്ല. ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഒരു ഭജനക്കാർക്കും ദാരികന്റെ ശിരസ് അതില്ലാത്ത ഭജന ഇല്ല. ശരി. എല്ലാവരും മെയിൻ പാട്ടാണ്. ഈ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തോന്നൽ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരാറുണ്ടോ? മറ്റുള്ളവർ സ്വന്തം പാട്ട് പാടുമ്പോൾ ഈ ആരാണ് ഈ പാട്ട് എഴുതുന്നത് എന്ന് പോലും ഒരു അനൗൺസ്മെന്റ് പോലും നടത്താതെ ഈ പാട്ടിനെ കുറിച്ച് പാടുമ്പോൾ അതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ? എൻ്റെ പേരൊന്ന് പറയാമായിരുന്നില്ലേ അവർക്ക് എന്ന് തോന്നാറുണ്ടായിരുന്നോ? പല വേദികളിലും നമ്മളിത് കാണുന്നത്. പോകുന്നിടത്തൊക്കെ നമ്മൾ വേറെ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ കളവെടുത്തും പണ്ട് പരിപാടിയുണ്ട്. ഞങ്ങൾക്ക് ഹരികുമാറിൻ്റെ കൂടെ പോകാറുണ്ട്. അന്നേരം ഈ പല സോപാനക്കാർ പാടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കറിയത്തില്ല ആരെഴുതുന്ന പറഞ്ഞാൽ അവർ കേട്ടുപഠിച്ച് ഇങ്ങനെ വമഴി. അപ്പോൾ എല്ലാവരും കരുതി ട്രഡീഷണലാണ്. എൻ്റെ പാട്ട് മൊത്തം ട്രഡീഷണൽ ആണെന്നാണ് എല്ലാവരും ധാരണ. നമ്മൾ പരമാവധി അതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ എഴുതുന്നത്.
അപ്പൊ ഇവരോട് പറയാറുണ്ടോ ഇത് ഞാൻ എഴുതിയ പാട്ടാണെന്ന് രഹസ്യമായിട്ട് പറയാറുണ്ടോ? ആരും വിശ്വസിക്കത്തില്ല. ഇതിനിടയ്ക്ക് ഇത് പറഞ്ഞ മാതാവും പിതാവൊക്കെ കുറെ ആൾക്കാർ വന്നായിരുന്നു. ഇതിനകത്ത് ഒരു പാടുന്ന ഒരു സ്ത്രീ അവര് എഴുതി വെച്ചു രചന സംഗീത മാലാവനം, സ്വന്തം പേരങ്ങ് എഴുതി വെച്ചു. രചന സംഗീത മാലാവനം അവര് തന്നെ. അപ്പൊ അവരോട് അവരെ വിളിച്ചു പറയുകയും ചെയ്തു. വിളിച്ചു പഠനോട്ടത്തെ ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു അവരെ പോസ്റ്റ് മുക്കി കൊണ്ടുകൂടി. ശരി. ഇപ്പോൾ ഈ ഇപ്പോൾ ഈ 6-ാം തീയതി ഫെബ്രുവരി 6-നാണ് നന്ദഗോവിന്ദം ഭജൻസ് നിങ്ങളെ വേദിയിലേക്ക് വിളിക്കുന്നതും നിങ്ങൾ അവിടെ ഈ ഘോരരൂപിണി അംബിക എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ആൾക്കാരെ കൈയടിച്ച് പാടുകയും ചെയ്യുന്ന വേദിയിലൂടെയാണ് നിങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ആ വേദിയിലെത്തി ഇപ്പം നിങ്ങൾ വൈറലായി. നന്ദഗോവിന്ദം ഭജൻസ് കാണുന്നവർക്ക്, അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും നിങ്ങളെ അറിയാം. നിങ്ങളെന്ന് പറഞ്ഞൊരു ആള് ചുനക്കര വന്നിട്ടുണ്ടെന്നും അയാളുടെ ശൂരനാട്ടുകാരനാണെന്നും ബാബുനാരായണൻ എന്നാണ് പേര് എന്നും നന്ദഗോവിന്ദം ഭജൻസ് കാണുന്നവർക്കെല്ലാം അറിയാം. പക്ഷേ ഇത് നിങ്ങൾക്കൊരു സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടാനോ എന്തെങ്കിലും ഒരു സാധ്യത ആയിട്ടുണ്ടോ? അവിടെ വരെ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ശരി. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ അത് ഏതെങ്കിലും ഒരു നല്ല പ്രൊഡ്യൂസറുടെയോ നല്ല ഒരു മ്യൂസീഷ്യന്റെയോ ചെവിയിലെത്തും എന്നെ കൊണ്ടൊരു പാട്ട് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? പ്രതീക്ഷ എന്റെ പ്രതീക്ഷ ഒന്നും അസ്തമിച്ചിട്ടില്ല. വൈകിയാണെങ്കിൽ അവിടെ എത്തുമെന്ന് എനിക്കറിയാം. ശരി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ശ്രമം നടത്തും, അവിടെ എത്തുമെന്ന് എനിക്കറിയാം. ശരി. അല്ലെ നമ്മൾ അങ്ങനെ ആൾക്കാരെ വിളിക്കാറോ കാണാറോ പോയി കാണാറോ ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും പോയി കണ്ടിട്ടില്ല. ഞാൻ ആരും വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ച മൊത്തം എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ, എന്തിന്റെ കാര്യമായാലും. അപ്പൊ എല്ലാം അമ്മയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസമുണ്ട്, അമ്മ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നടക്കുന്നത്. ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനൊരു അവസരം പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ 2022 പോപ്പുലർ അക്കാദമി അവാർഡ് ജേതാവാ. 2022 ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ജേതാവാണ്. ശരി. ഈ ഫോക്ലോർ അക്കാദമിയുടെ 2022 അവാർഡ് കിട്ടിയ ആളാണ്. അപ്പൊ എന്നിട്ട് ആൾക്കാരൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തോ അതിനകത്ത്? പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമല്ലായിരുന്നത്. ശരി. ഇത് നമുക്ക് പ്രതീക്ഷിക്കായിട്ടല്ലോ. ആണല്ലേ. ഇനിയും കുറെ കവിതകൾ പുറം ലോകം കാണാത്തതുണ്ട്, കുറെ കീർത്തനങ്ങളും ഉണ്ട്, കുറെ സോപാന സംഗീതങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ഉടനെ അടുത്ത കാലത്ത് റെക്കോർഡായിട്ടോ അല്ലെങ്കിൽ വരികളായിട്ടോ പുസ്തകമായിട്ടോ ഒക്കെ വരാൻ സാധ്യത ഉണ്ടോ? ഉടനെ ഉണ്ട്. റെക്കോർഡ് ചെയ്ത കുറച്ച് ഇരിപ്പുണ്ട് ഇറങ്ങാനായിട്ട്. ശരി. ഇവരെ റെക്കോർഡ് ചെയ്ത കുറച്ച് സാധനം ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ബാബുനാരായണൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു വാല്യുള്ള സമയമല്ലേ, എന്തുകൊണ്ട് ഇറക്കാത്ത? ഇപ്പൊ ഉടനെ ചെയ്യണം, എന്നെ കുറെ പുതിയ സാധനങ്ങൾ ചെയ്യാനുണ്ട്. ശരി. അല്ല, അത് ഫിൽറ്റർ ചെയ്ത് ഏറ്റവും നല്ലത് മാത്രം ഇറക്കാന്നാണ് ഞങ്ങൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് അനുസരിച്ച് കുറെ ഉണ്ട്, കാണുവാനും ഇവനുണ്ട്. അതൊക്കെ എല്ലാവരും വേറെ എന്തൊക്കെയാണ്. അത് ശരണം ധർമ്മശാസ്താവേ, എല്ലാവരും ട്രഡീഷണൽ പാടി വെക്കുന്നത്. കേട്ടാൽ അങ്ങനെ തോന്നും. ശരണം ശ്രീ ധർമ്മശാസ്താവേ ഭൂലോകനാഥ കരുണാനിധേ വിബുധേ അശരണ സേവക ത്രിചരണം കൈവണങ്ങുന്നൻ ശബരിഗിരിമുകളേറി നൽവരവീകിടേണമഹർനിശം ശരണം ശ്രീ ധർമ്മശാസ്താവേ ഭൂലോകനാഥ കരുണാനിധേ വിബുധേ. ഇത് പക്ഷെ സോമാന സംഗീതമല്ല. സോമാന സംഗീതമാ? ആണോ? അങ്ങനെ കുറെ സാധനങ്ങള്. ഇനിയും പുറത്തു വരാൻ പ്രതീക്ഷയുള്ളൊരു പാട്ട് പറയാം. പുറത്തു വരാൻ പ്രതീക്ഷയുള്ള പാട്ട് എൻ്റെ പനങ്കുല ചേലത്തെ ചുരുൾമുടി പാടാം. പനങ്കുല ചേലത്ത ചുരുൾമുടിയിൽ അണിതിങ്കൾ പൊൻകല തിരുകിയമ്മ പച്ചില കണ്ണാടി തിരുമുഖത്ത് കൊടിയവ സൂര്യേ കരുതിയമ്മ ആനയും സിംഹവും തോടയാക്കി മാറിൽ തലയോട്ടി മാലയെ അണിഞ്ഞോരമ്മ വലങ്കയിലെ കൊല്ലും കൂറവാളാൽ ദൈത്യ
ശിരസറുത്തു പീഡിച്ചിടത്തു കയ്യിൽ പനങ്കുലച്ചേലൊത്ത ചുരുൾമൂടിയിൽ അണിതിങ്കൾ പൊൻകല തിരുകിയമ്മ ഞൊറിഞ്ഞുടുത്തിടുവാൻ ചുവപ്പുകൂറ അരയിലണിയുവാൻ കുരുത്ത കൈകൾ കല്ലുമല്ലും നല്ല എലുമ്പും പാമ്പും കരിങ്കല്ലായ മേനിൽ അലങ്കാരമാ പനങ്കൂലച്ചേലൊത്ത ചുരുൾമൂടിയിൽ അണിതിങ്കൾ പൊൻകല തിരുകിയമ്മ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കലാകാരനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ബാബുനാരായണ പിന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കാരണം ധാരാളം ഭക്തിഗാനങ്ങൾ എഴുതി വെക്കാനും അതായത് ധാരാളം സിനിമാ ഗാനങ്ങൾ എഴുതാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, ജനങ്ങൾ ഹൃദയത്തിലേറ്റി കൊണ്ടുപോകട്ടെ. അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ നടയിലിരുന്ന് എഴുതി തുടങ്ങിയ ഒരു പാട്ടാണ്. അപ്പോൾ അത് അങ്ങനെ തുടർന്ന് ആ അമ്മയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവട്ടെ. എപ്പോഴും ബാബുനാരായണൻ പറയാറുണ്ട്, എൻ്റെ കൂടെ ദേവി എപ്പോഴും ഉണ്ട് എന്ന് പറയാറുണ്ട്. എപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ട് പോകാറുണ്ട്, ഞാൻ വട്ടനാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആ അമ്മ എപ്പോഴും താങ്ങും തണലുമായി കൂടെ ഉണ്ടാവട്ടെ എന്നാണ് എല്ലാ ആശംസകളും. താങ്ക് യു. ഓക്കെ.